അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനു കീഴിൽ നിർമ്മിക്കാനൊരുങ്ങിയ ഗാർഡൻ ചിൽഡ്രൻസ് പാർക്ക് പദ്ധതി ഉപേക്ഷിച്ചതായി മങ്കട MLA മഞ്ഞളാംകുഴി അലി. സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതാണ് പദ്ധതി ഉപേക്ഷിക്കാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. MLA ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് 25 ലക്ഷം രൂപ നമ്മൾ ROBയുടെ കീഴിൽ ഒരു ചെറിയൊരു ഗാർഡനും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും പ്രായമായ ആൾക്കാർക്ക് ഇരിക്കാനും വൈകുന്നേരങ്ങളിൽ സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ഗാർഡൻ പോലെ ഉണ്ടാക്കണം എന്നുള്ള ഇതിൻ്റെ അവിടെയുള്ള ആൾക്കാരുടെ ആവശ്യപ്രകാരം 25 ലക്ഷം രൂപ നമ്മൾ അനുവദിച്ചു. പക്ഷേ ഇതുവരെയും അതിൻ്റെ പെർമിഷൻ കിട്ടിയില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വീണ്ടും അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ നാഷണൽ ഹൈവേയിലെ എഞ്ചിനീയേഴ്സ് പറയുന്നത് ഇതേ രീതിയിലുള്ള ഒരു പദ്ധതി എവിടെയും നമ്മൾ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടില്ല. ROBയുടെ കീഴിൽ ഇതേപോലെ ഗാർഡൻ ഉണ്ടാക്കാൻ പ്രയാസമുണ്ട്, നമ്മൾ നിയമപ്രകാരം സമ്മതിക്കില്ല എന്നാണ്. അപ്പോൾ അത് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പഞ്ചായത്ത് വേറെ ഏതെങ്കിലും സ്ഥലം തരികയാണെങ്കിൽ ഗാർഡനിന് വേണ്ടിയിട്ടുള്ള ഇത് അവിടെ ഉപയോഗിക്കാം. MLA ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. ROBകളുടെ കീഴിൽ സംസ്ഥാനത്തെവിടെയും ഇതുപോലുള്ള പദ്ധതികൾക്ക് അനുമതിയില്ലെന്നും അതിനാൽ തന്നെ ജനങ്ങൾക്ക് താൻ നൽകിയ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറുകയാണെന്നും അലി പറഞ്ഞു. അതേസമയം വൈലോങ്ങര ഓരാടം പാലം പദ്ധതി അവസാന ഘട്ടത്തിലാണെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള പണികൾ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വൈലോങ്ങര ഇതിൻ്റെ ഇപ്പം നമ്മുടെ ഈ ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കാര്യങ്ങൾ വല്ലാതെ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷേ അതിൻ്റെ സർവേ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ 4-ാം തീയതി കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡർ ആവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ അടുത്ത ഇലക്ഷൻ്റെ മുന്നോടി അതിൻ്റെ ബൈപ്പാസ് ആവുമോ? അതിൻ്റെ പണി നമ്മൾ എന്തായാലും ആരംഭിക്കും. അതിൻ്റെ പകുതിയിലധികം പണി തീർക്കാൻ കഴിയുന്നതാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. 1-2 വർഷം കൊണ്ട് തീർക്കാൻ കഴിയുന്നതാണ് നമ്മളെല്ലാവരും പ്ലാൻ ചെയ്യുന്നത്. അതിനുള്ളൊരു വർക്കാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CCN പെരിന്തൽമണ്ണ.